വിസ്മയ മോഹൻലാൽ തുടക്കം ഏകദേശം 2.5 മണിക്കൂറാണ് ഈ സിനിമ ഉള്ളത്. ഈ സിനിമ ഒരു ചെറിയ തീം, അങ്ങനെ പറയാൻ വേണ്ടി വലിയ സ്റ്റോറിയൊന്നുമില്ല. ഇതിലുള്ള നായിക വിസ്മയ മോഹൻലാലാണ്. സിനിമയുടെ പേര് തന്നെ തുടക്കം എന്നാണ്. അതായത് ആദ്യത്തെ സിനിമയുടെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഈ സിനിമ കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ബ്രഹ്മാണ്ഡ ആക്ടിങ് ഒന്നുമല്ല, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ ഒരു വെറുപ്പിക്കലൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെ ഈ സിനിമയ്ക്ക് നല്ല ലാഗുണ്ട്. ഒരു 2 മണിക്കൂറിൽ തീർക്കായിരുന്നു. ഒരു 2.5 മണിക്കൂർ ഈ സിനിമ ഉണ്ട്. പിന്നെ ഈ സിനിമയിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് മനോജ് കെ ജയൻ്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സിനിമയിൽ ഇടയ്ക്ക് മോഹൻലാൽ പറഞ്ഞുണ്ട്, ക്ലൈമാക്സിലൊന്നുമില്ല, ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് മോഹൻലാലിൻ്റെ മോളെ സിനിമയല്ലേ, അപ്പോൾ വന്നില്ലെങ്കിൽ മോശമല്ലേ, അങ്ങനെ പറഞ്ഞുകൊണ്ട്. പിന്നെ മോഹൻലാലിൻ്റെ മോളാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട് ക്ലൈമാക്സിൽ. ഈ സിനിമയിൽ ഒരു വില്ലനുണ്ട്. വില്ലൻ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ലഹരിക്ക് അടിമയാണ്. പിന്നെ എന്താ പറയുക, ഒരു കഴപ്പ് പിടിച്ചൊരു വില്ലനാണ്. സ്ത്രീകളെ കാണുമ്പം അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പിന്നെ കൊടും ക്രിമിനലാണ്. അപ്പം ക്ലൈമാക്സിൽ ഒരു ഈഗോ ക്ലഷ് പോലത്തെ ഒരു സംഭവമൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ സ്ത്രീ സുരക്ഷയെ പറ്റി അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ അവയർനെസ് തരുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ എന്താ പറയുക, ഈ കുറ്റം മാത്രം പറയാനും ഈ പരദൂഷണം പറഞ്ഞ് കിടക്കണ കുറേ നാട്ടുകാരൊക്കെ നമ്മുടെ നാട്ടിൽ കാണും. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അതൊക്കെ ഈ സിനിമയിൽ എടുത്ത് പറയുന്നുണ്ട്. എനിക്ക് ചെറിയ രീതിയിലൊക്കെ ലാഗ് ഫീൽ ചെയ്ത് എനിക്കൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് തന്നത്. ഇത് ഫസ്റ്റ് സിനിമ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഈ സിനിമയുടെ സ്റ്റോറി അത്ര സ്ട്രോങ് അല്ല, ചെറിയൊരു പടം ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് മുടക്കിയിട്ടുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ല. മോശമല്ലാത്ത ഒരു സിനിമ, ഒരു ബിലോ ആവറേജ് തിയേറ്റർ എക്സ്പീരിയൻസ്. എനിക്ക് ക്ലൈമാക്സ് ഫൈറ്റ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതിൽ മോഹൻലാലിൻ്റെ മകളാണ് വിസ്മയ എന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ ഒരു കിടിലൻ ഫൈറ്റുണ്ട്. ഓക്കെ മൂവി. തിയേറ്റർ വെറുത്താണെന്ന് ചോദിച്ചാൽ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അധികം ലാഗ് ഫീൽ ചെയ്യാൻ സാധ്യതയില്ല. OTT വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ലാഗ് കുറച്ച് കൂടുതൽ ഫീൽ ചെയ്യും. കാരണം നമ്മൾ അത്രയും ക്രൗഡിൽ ഇരുന്നല്ലല്ലോ കാണുന്നത്. ഓക്കെ മൂവി, ഇത്ര എനിക്ക് പറയാനുള്ളൂ. മോശമല്ല, എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ മൂവി. ഓക്കെ.